ബഡ്ജറ്റ് വ്ലോഗിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ഒരു ട്രാവൽ വ്ലോഗാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര നേരെ മംഗലാപുരത്തേക്കാണ് പോകുന്നത്, നമ്മുടെ പുതിയ ട്രെയിൻ വന്ദേ ഭാരതിലും. അപ്പോൾ എൻ്റെ വീട് പുറക്കാടാണ്, അടുത്തുള്ള സ്റ്റേഷൻ അമ്പലപ്പുഴയാണ്. പക്ഷേ അമ്പലപ്പുഴയിൽ നമ്മുടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പില്ല. തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന വന്ദേ ഭാരത് ആലപ്പുഴ വഴിയാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഏകദേശം 5:55 ആകുമ്പോഴേക്കും എത്തിച്ചേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയത്. നമ്മുടെ ബാബുചേട്ടൻ്റെ ലിഫ്റ്റാണ്. പുള്ളിക്കാരനെ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ എല്ലായിടത്തും ഡ്രോപ്പ് ചെയ്യുന്ന അദ്ദേഹം ഇന്ന് ആലപ്പുഴയിൽ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ട് ഇറക്കിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തിന് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം വന്നു. 5 മണിയോടടുത്ത് തന്നെ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ജോലിയും മറ്റുള്ള കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ യാത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ഞാനവിടെ ആലപ്പുഴയിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ രാജധാനി എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ട്. ഒരിക്കൽ രാജധാനിയിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. ആലപ്പുഴയിൽ വന്ദേ ഭാരതിന് കാത്തിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എറണാകുളത്ത് നിന്നും ആലപ്പുഴ വരെയുള്ള മെമു എത്തിയത്. ഒരു 10 മിനിറ്റുകൾക്കകം ഇത് തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോകും. അപ്പോൾ അതിൻ്റെ എൻജിൻ മുമ്പിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സീനാണ് ഈ കാണുന്നത്. ഇതിനെ കപ്ലിംഗ് എന്നാണ് പറയുന്നത്. നമ്മളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം നമ്മൾ ട്രെയിൻ വരുന്നു, നേരെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു എന്നല്ല. അത് ഇങ്ങനെ ഒരു സംഭവം എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. ഇതാണ് കപ്ലിംഗ്. നമ്മൾ ചിലപ്പോൾ വണ്ടിക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി എന്തോ ഒന്ന് തട്ടുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ് സ്ഥലത്ത്. അതിന് കാരണം ഈ എൻജിൻ നമ്മുടെ ബോഗി വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഷേക്കാണ്. ഇതിൻ്റെ പേരാണ് കപ്ലിംഗ്. അപ്പോൾ കപ്ലിങ്ങും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നു, 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഏറനാട്. ഇതൊരു കണക്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഏറനാട് വരുമ്പോഴേക്കും നമ്മുടെ വന്ദേ ഭാരത് എത്തിച്ചേരും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അമ്പലപ്പുഴയ്ക്ക് ഞാൻ അങ്ങനെയാണ് ഒരിക്കൽ വന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വരെ വന്ദേ ഭാരതിൽ വന്നു. വന്ദേ ഭാരത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലും 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഏറനാടും ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക്, അതായത് അമ്പലപ്പുഴയാണ് വരേണ്ടതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വന്ദേ ഭാരതിന് ടിക്കറ്റ് എടുക്കുക. വന്ദേ ഭാരത് വന്ന് പോയതിന് ശേഷം മാത്രമേ ഏറനാട് അവിടെ നിന്നും എടുക്കൂ. കുറച്ച് ഫാസ്റ്റായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. പിന്നീട് ഇതൊരു കണക്ഷൻ ട്രെയിനായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, തിരുവനന്തപുരത്ത് നിന്നും അമ്പലപ്പുഴ വരെ, നമ്മുടെ ഈ ആലപ്പുഴ വഴിയാണെങ്കിൽ അമ്പലപ്പുഴ വരെയാണ് ഡബിൾ ലൈൻ ട്രാക്കിംഗ് ഉള്ളത്. അമ്പലപ്പുഴയിൽ നിന്നും എറണാകുളം വരെ ഏകദേശം 10-60 കിലോമീറ്ററുകൾ സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് അമ്പലപ്പുഴ വരെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം പോകുന്ന, അല്ലെങ്കിൽ ആലപ്പുഴ വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ അമ്പലപ്പുഴ വരെ കൃത്യസമയമായിരിക്കും പാലിക്കുന്നത്. അമ്പലപ്പുഴയ്ക്ക് ശേഷം ഈ ട്രെയിനുകളെല്ലാം സ്ലോ ആകാനുള്ള പ്രധാന കാരണം അമ്പലപ്പുഴയിൽ നിന്നും എറണാകുളം വരെയുള്ള സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്. അപ്പോൾ എന്ത് പറ്റും, ഓപ്പോസിറ്റ് ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനുകൾ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ മാരാരിക്കുളം, തുറവൂർ, ചേർത്തല അങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചിരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ വന്ദേ ഭാരതും ഇതുപോലെ ഒരു വിവാദത്തിൽപ്പെട്ടതാണ്. കാരണം വന്ദേ ഭാരത് വരുന്നത് 5:55 ആലപ്പുഴയിലെത്തുന്നത്. 5:35 അല്ലെങ്കിൽ 5:40 ആകുമ്പോൾ ആലപ്പുഴയിൽ നിന്നും കൊല്ലം വരെ ഒരു മെമു പോകുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ അടുത്ത സ്റ്റേഷൻ പുന്നപ്പറയാണ്, അതിനുശേഷം അമ്പലപ്പുഴയിൽ. അപ്പോഴേക്കും വന്ദേ ഭാരത് ആലപ്പുഴയിലെത്താനുള്ള സമയമാകും. അപ്പോൾ എന്തു പറ്റി, ഈ മെമുവിന് വേണ്ടി വന്ദേ ഭാരത് പിടിച്ചിടുന്നു എന്നുള്ള ഒരു പഴി നമ്മുടെ വന്ദേ ഭാരതിന് കേൾക്കണമായിരുന്നു. അങ്ങനെ വന്ദേ ഭാരത് അകത്ത് കയറിയപ്പോഴേക്കും നമ്മുടെ ടീം അംഗങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വൈകിട്ടത്തെ സ്നാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. യാത്രയിൽ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കയറിയതെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല മംഗലാപുരത്തേക്ക് പോകുന്നത്. 16 അംഗ ടീം മെമ്പേഴ്സിനോടൊപ്പമാണ് ഞാനും മംഗലാപുരത്തേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി എനിക്ക് വേണ്ടി മേടിച്ച് വെച്ചതാണ്. വന്ദേ ഭാരതിൽ ഫുഡ് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ വേണം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം.
ഇനി അപ്പോൾ അവർ അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് വെജാണോ നോൺ വെജാണോ എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെജ് തന്നെയാണ് എടുത്തത്. അപ്പോൾ വൈകിട്ടത്തേക്ക് ചായ, കോഫി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് വടയായിരുന്നു. അപ്പോൾ 4 മണിക്ക് ഇത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ടീ, കോഫി, സ്നാക്സ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വട നല്ല രീതിയിൽ തന്നെ തണുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാനുള്ളൊരു പ്രയാസമുള്ളതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തു. കാരണം നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരാശ്വാസമാണ്. അപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് മിച്ചറും കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് ആകാണ്ട് 60-65 രൂപയുടെ അടുത്ത് നമുക്ക് ചാർജ് വരുന്നുണ്ട്. പിന്നെ ചായ കോഫി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായ, കോഫി കുടിക്കാനുള്ള ഒരു കവറിൽ ഇതെല്ലാം പാക്ക്ഡ് ആയിട്ടുള്ളൊരു കവറുണ്ടാവും. പിന്നെ ചൂടുവെള്ളം തരും. ചൂടുവെള്ളം ആകുമ്പോഴേക്കും നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കോഫി കുടിക്കുന്നതായിരിക്കും നല്ലത്. ചായ ഓർ കോഫി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചായ പക്ഷേ ഷുഗർ ഉള്ളവർക്ക് കോഫി കുടിച്ചാൽ ഷുഗറും കോഫി പൗഡറും മിക്സ് ചെയ്ത ഒരു പാക്കറ്റായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ചായ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ചായപ്പൊടി, അതുപോലെ ഷുഗർ എല്ലാം സെപ്പറേറ്റാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നല്ലത് കുടിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് മാത്രമല്ല നമ്മുടെ ടീം മെമ്പേഴ്സിനെല്ലാം ഇഷ്ടപ്പെട്ടത് കോഫി തന്നെയാണ്. അങ്ങനെ 7 മണിക്ക് കൃത്യം 7 മണിയോടടുത്തോടു കൂടി തന്നെ ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളത്തു നിന്നാണ് നമ്മുടെ ഡിന്നർ, എറണാകുളം സ്റ്റാർട്ട്, അവിടെ നിന്നാണ് നമുക്ക് ഡിന്നർ കിട്ടുന്നത്. അപ്പോൾ ഇനി ഡിന്നർ നമുക്ക് നോക്കണം എന്തൊക്കെയാണ് ഡിന്നറിനകത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് അവർ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ സീറ്റിലേക്ക് വേണ്ടിയിട്ട് നുറുക്കൂടെ പ്രൊവൈഡ് ചെയ്തു. അത് നമ്മുടെ ടീമംഗങ്ങളാണ് പ്രൊവൈഡ് ചെയ്തത്, വന്ദേ ഭാരതല്ല. വന്ദേ ഭാരത് ടീം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ദ ഹിന്ദു പേപ്പർ ഉണ്ടാവും. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം നമ്മുടെ സീറ്റിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ ടീ, സ്നാക്ക് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളത് അവരോട് പറഞ്ഞാൽ അവരപ്പോൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടിക്കറ്റിനോടൊപ്പം ബുക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. കാരണം പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചത് കൊണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഫുഡ് കൊള്ളില്ല, അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഫുഡാണ്. ഇതിൽ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, എനിക്ക് കിട്ടിയ വട തണുത്തുപോയി. അത് വേറൊന്നുമല്ല, 4 മണിക്ക് തന്നെ ഇവർക്കത് കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും സമയം ഏകദേശം 6 മണി കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ വണ്ടി എത്തുന്നത്. 6 മണിയോടടുത്താണ്. അപ്പോൾ ഈ 2 മണിക്കൂർ തണുപ്പുള്ള ഈ കമ്പാർട്ട്മെൻറ്റിൽ വെക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിനല്പം തണുപ്പുണ്ടാവും. അതുമാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കംപ്ലൈൻ്റ് അല്ല, അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ബാക്കി നമുക്ക് കിട്ടിയ എല്ലാ ഫുഡാണെങ്കിലും ഇനിയിപ്പോൾ ഡിന്നർ കിട്ടാനുള്ള സമയമായി. ഡിന്നറുമായിട്ട് നമ്മുടെ സ്റ്റാഫ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിന്നറും എനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി, റൈസ്, 2 ടൈപ്പ് കറികളുണ്ടാവും. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ കർഡായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഐസ്ക്രീമാണെന്നാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഐസ്ക്രീമല്ല, കർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കർഡും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ഐസ്ക്രീമുമായിട്ട് വരുന്നത്. അപ്പോൾ ഐസ്ക്രീമും ഇൻക്ലൂഡഡ് ആണ്. എല്ലാം നല്ല ഫുഡാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആരും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. കറണ്ട് കെട്ടിട്ട് ഐസ്ക്രീമാണോ എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ ഐസ്ക്രീം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വെരി ടേസ്റ്റി ആൻഡ് എമ്മി ഐസ്ക്രീം എന്ന് തന്നെ പറയാം. പിന്നെ 12:40 വന്ദേ ഭാരത് മംഗലാപുരം സെൻട്രലിലെത്തുന്നത്. നല്ല തണുപ്പും വണ്ടിക്കകത്ത് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഒരാൾ വന്ന് ചോദിക്കുന്നത് ടീ, കോഫി എന്തെങ്കിലും വേണോ? ടീയും കോഫി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്, ഒന്ന് ശരീരം ചൂടാകാൻ വേണ്ടിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം ബില്ല് കൊടുക്കണോ വേണ്ടോ എന്നറിയില്ല. എന്തായാലും അവർ നമുക്ക് സെർവ് ചെയ്തു. ഫ്രീ ആയിരുന്നു കേട്ടോ, ബില്ലൊന്നും പിന്നീട് വന്നില്ല. ഇത് ഇൻക്ലൂഡഡ് ആണോ അതോ നമ്മൾ മംഗലാപുരം വരെയുള്ള അത് എന്തെങ്കിലും തീർക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് സാധനം തന്നു. അപ്പോൾ ടീ ചോദിച്ചെങ്കിൽ കൂടെ 2 ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. 2 ബിസ്ക്കറ്റ്, ടീ ഓർ കോഫി. പലർക്കും ടീ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കോഫിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ കോഫിയും നമുക്ക് കിട്ടി.
തണുത്ത് വിറച്ചിരിക്കുന്നതിന് മുമ്പിൽ ഒരു ഗ്ലാസ് ടീയുമായി വന്ന നമ്മുടെ ചേട്ടന് ഒരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇങ്ങനെയാണ് ടീ ഓർ കോഫി. അവർ നമുക്ക് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് ഹോട്ട് വാട്ടർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ടീ എങ്കിൽ ടീ, കോഫി എങ്കിൽ കോഫി, അത് മിക്സ് ചെയ്യുക. ഇതാണ് കോഫി പൗഡർ. ഈ കോഫി പൗഡറിൽ കോഫി പൗഡർ പ്ലസ് ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷുഗർ ഉള്ളവർക്ക് കോഫി പ്രയാസകരമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭയങ്കര മധുരമെന്നൊന്നും പറയാനില്ല. അത്യാവശ്യത്തിനൊരു ചെറിയൊരു മധുരമുണ്ട്. അത്രയും മധുരം കുടിച്ചത് കൊണ്ട് ഷുഗർ കൂടാനൊന്നും പോകുന്നില്ല. എന്തായാലും ടീയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ കോഫി തന്നെയാണ്. അപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ രാത്രിയിൽ ഈ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു കോട്ടോ കയ്യിൽ കരുതുക. നമ്മളാരും അത് കരുതിയില്ല. നമ്മളാരും എന്ന് പറയാറില്ല, കുറച്ച് പേര് അത്യാവശ്യം യാത്ര ചെയ്ത് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് പേര് ജാക്കറ്റൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഞാൻ ജാക്കറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കരുതിയിരുന്നില്ല. നമ്മുടെ സാധാ മുണ്ടും ഒരു ഷർട്ടും എടുത്തിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ വലിയ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നല്ല തണുപ്പ് തന്നെയായിരുന്നു. പക്ഷേ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എന്നല്ലേ പറയൂ. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു തടി തപ്പി. പിന്നെ നല്ലൊരു കാഫിയും കുടിച്ചു. എന്തായാലും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. മംഗലാപുരത്ത് സെൻട്രലാണ് നമ്മൾ ഇറങ്ങുന്നത്. 12:25 ആയപ്പോഴേക്കും നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ എത്താറായി. അപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് സ്റ്റാഫെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ഈ വണ്ടി എത്തുന്നതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം, കാരണം അവിടെ പോയിട്ട് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ വാഷ്റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ദേ ഭാരത് മംഗലാപുരം സെൻട്രൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ചയാണിത്. 12:40 എത്തേണ്ട നമ്മുടെ വന്ദേ ഭാരത് 12:25 ഏകദേശം 15 മിനിറ്റ് നേരത്തെയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം 12:31. 12:40 റൈറ്റ് ടൈം. ബട്ട് ബിഫോർ ടൈം വി റീച്ച് മാംഗ്ലൂർ സെൻട്രൽ. നേരെ അവരവരുടെ ലഗേജുമായി മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വെളിയിലേക്ക് ഇറങ്ങി. മംഗലാപുരത്ത് തന്നെ 2 റെയിൽവേ സ്റ്റേഷനാണ്. ഒന്ന് മംഗ്ലൂർ സെൻട്രൽ, പിന്നുള്ളത് മംഗ്ലൂർ ജംഗ്ഷനാണ്. അതിനെ കങ്കനാടി എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഉടുപ്പി, കുന്താപ്പൂർ, മൂകാംബികയൊക്കെ പോകണമെങ്കിൽ ആ ട്രെയിനിൽ വേണം നമ്മൾ കയറാനായിട്ട്. അത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരില്ല. അപ്പോൾ വന്ദേ ഭാരതിൽ ഞങ്ങൾ ഇന്നിനി ഇവിടെ വന്നു എന്നുള്ളതും ഇനി എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്. ബൈ.